ഹായ് ഓൾ, വെൽക്കം ടു വൺ ഓഫ് അവർ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ലാപ്ടോപ്പിൻ്റെ റീഫർബിഷ്ഡ് സെക്ഷനാണ്. ജസ്റ്റ് ഇതിൻ്റെ ഹാർഡ് ഡിസ്കും റാമും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പാണ്. ഇതിന് കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നു തുടങ്ങി, കാലപ്പഴക്കം കാരണം ഇതിൻ്റെ ബോഡി ഇങ്ങനെ പൊട്ടി തുടങ്ങി. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നത് ഹാർഡ് ഡിസ്ക്കാണ്, അത് വളരെ സ്ലോ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു SSD അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ വാങ്ങിച്ച SSD. ക്രൂഷ്യലിൻ്റെ SSD ആണ്. ഇത് മൈക്രോണിൻ്റെ ക്രൂഷ്യൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്ന SSD ആണ്. ഇത് 500 GB വരുന്നൊരു SSD ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SSD ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ കിടക്കുന്ന ഹാർഡ് ഡിസ്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഡ്രൈവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമുക്കിപ്പോൾ ഉള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഇപ്പം കിടക്കുന്ന റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 4 GB റാമാണ്. നമ്മളൊരു 4 GB കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊരു 8 GB റാം ആക്കാനുള്ള പ്ലാനുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി മാറുന്ന ഒരു പാർട്ടൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു SP റോഡെന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ മാർക്കറ്റുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ബോഡി മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൺലൈനിൽ കുറേ തപ്പി നോക്കി. ഇത് വന്നിരിക്കുന്നത് 13 ഇഞ്ചാണ്. ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് 15 ഇഞ്ച് മാത്രമാണ്. അത് കാരണം ഇവിടെ എന്തായാലും ബാംഗ്ലൂർ SP റോഡിൽ ഇതിൻ്റെ പാർട്സ് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നതാണ്. വാങ്ങിച്ചിരിക്കുന്ന ഒരു SATA SSD ആണ്. ഇതിൻ്റെ മദർ ബോർഡ് ഞാനൊന്ന് ഇതിൻ്റെ കവർ അയച്ച് ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇതിനകത്ത് വേറെ സ്ലോട്ടൊന്നുമില്ല, NVMe സ്ലോട്ട് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്കിപ്പം നിലവിലുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലിരിക്കുന്ന സാറ്റ ഹാർഡ് ഡിസ്ക് മാറ്റി SATA SSD ആക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രം നമുക്ക് നിലവിലിപ്പോൾ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് OS ഇൻസ്റ്റാളേഷനും കൂടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പം OS ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മളിതുവരെ യൂസ് ചെയ്ത Windows 10 ആയിരുന്നു. അപ്പം നമ്മളിതിൽ ഇനിയിപ്പോൾ Windows 11 അപ്ഡേറ്റ് ചെയ്താലോ ആലോചിക്കുകയാണ്. സോ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് Windows 11 ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് Windows 11 ടൈപ്പ് ചെയ്താൽ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആ ലിങ്ക് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. നമ്മൾ അതിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് Windows 11 ഇൻസ്റ്റാളേഷൻ മീഡിയ. സോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആകും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പെൻ ഡ്രൈവോ ഹാർഡ് ഡിസ്കോ അതിലോട്ട് Windows 11 ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഫ്ലാഷബിൾ ഫയൽ ജനറേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. ടൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു വിടാം. റിമൂവ് ഡിസ്ക് F-ആണ് സെലക്ട് ചെയ്താൽ നമ്മുടെ USB. സോ ഇതിപ്പോൾ വിൻഡോസ് അത് ഫ്ലാഷബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് എടുക്കും ഇത് ഫുള്ളാകാൻ വേണ്ടി. USB ഇതുപോലെ ഫ്ലാഷബിളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം നമ്മുടെ SSD ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഹാർഡ് ഡിസ്ക് നമുക്കൊരു എക്സ്റ്റേണൽ ഡ്രൈവായിട്ട് മാറ്റാം. ഇതുപോലൊരു സാധനം എന്താ വെച്ചാൽ അത് ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ടു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അഡാപ്റ്ററാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് അയച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന SSD ഇൻസ്റ്റാൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കിടക്കുന്ന ഹാർഡ് ഡിസ്ക് എടുത്ത് നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കായിട്ട് കൺവേർട്ട് ചെയ്യുകയും വേണം. ഇത്തരം ഒരു ടൂളാണ് ഞാൻ ഇവിടെ ഇത് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ലാപ്ടോപ്പും മൊബൈലൊക്കെ അയക്കാൻ നേരത്ത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. സോ നമുക്കത് അയച്ചിട്ട് ബാക്കി ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പാനൽ ഇത്ര ടൂൾ വെച്ച് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്തിട്ടൊന്ന് പൊക്കി കൊടുക്കാം.
പാനലൊന്ന് ജസ്റ്റ് ഇളകി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ CD ഡ്രൈവ് റിമൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ടൂൾ കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പൊക്കി അധികം ബലം കൊടുക്കില്ല. ഇത് ചെറിയ കട്ടി കുറഞ്ഞ പാനലായതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നിലവിലുള്ള ഹാർഡ് ഡിസ്ക്. ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു SSD ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് എംബഡഡ് റാം വരുന്നത്. ഇതിൻ്റെ മേളിൽ ഒരു റിമൂവബിൾ റാം അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്ലോട്ടും ഉണ്ട്. നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് മൈക്രോണിൻ്റെ തന്നെ ക്രൂഷ്യൽ ബ്രാൻഡിൽ വരുന്ന ഒരു 4GB റാമാണ്. അത് ജസ്റ്റ് നമുക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ഒരു ടിക്കുന്ന സൗണ്ട് കേൾക്കും. അതോടെ ലോക്കായി. ഇനിയിപ്പം നമ്മുടെ ഈ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ SSD ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ നമ്മുടെ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് ഹാർഡ് ഡിസ്ക് ഇതിൽ കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരിയിലാണ്. ആ ക്യാരി നമ്മൾ എടുത്തിട്ട് ഇനിയിപ്പം ഈ SSDയിലോട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ SSD ലാപ്ടോപ്പിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ പഴയ ഹാർഡ് ഡിസ്ക് നമ്മളത് ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ അഡാപ്റ്ററിലിട്ട് ഇട്ടിട്ട് കാണിക്കാം അതെങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പഴയ ഹാർഡ് ഡിസ്ക് ഈ ഹാർഡ് ഡിസ്ക് എൻക്ലോഷറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യേണ്ട പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ഓണായി വരികയാണ്. സോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓണാക്കിയാൽ മതി. ഓട്ടോമാറ്റിക് അത് മീഡിയ ഡിക്റ്റേറ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ഫോർമാറ്റിലിട്ട് വരും. സോ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോവാം. സോഫ്റ്റ്വെയർ ഓപ്ഷൻ നെക്സ്റ്റ്. ഇൻസ്റ്റാളേഷന് കുറച്ച് സമയമെടുക്കും. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാർട്ടീഷൻ ഒന്ന് ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ 2 പാർട്ടീഷനും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഒന്ന് നമ്മുടെ മീൻസ് യൂഷ്വൽ വിൻഡോസ് ഇൻസ്റ്റാളേഷനും അതർ ഒരു D ഡ്രൈവായിട്ട് നമുക്കൊന്ന് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത പാർട്ടീഷൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 പാർട്ടീഷൻ അലോക്കേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ 200 GB ഉള്ള പാർട്ടീഷനിലേക്ക് വിൻഡോസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. സോ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായി. ഇത് കുറച്ച് സമയമെടുക്കും. നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കാണാം. ഇപ്പോൾ പോണേ വന്നിട്ടുണ്ട്. നമുക്കിനി ഫൈനൽ സെറ്റപ്പിലേക്ക് കിടക്കാം. നമുക്കിനി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നമ്മുടെ PC ഓണായി വന്നിരിക്കുകയാണ്. 2-3 സെക്കൻഡ് ഡിലേ മാത്രമേ കാണത്തുള്ളൂ. സോ അങ്ങനെ നമ്മുടെ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. PC നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിയ ബോഡി പാർട്സൊക്കെ മാറിയിട്ട് പുതിയ ബോഡി പാർട്സ് ആഡ് ചെയ്യുന്ന ഒരു സീരീസ് പാർട്ടായിട്ട് നെക്സ്റ്റ് പാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എന്തായാലും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.